ഹായ് ഹലോ. നമ്മുടെ സമ്മർ റോഡ് ട്രിപ്പിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വെന്നീസിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ച് കേട്ടേക്കുന്ന ഒരു സ്ഥലം മർച്ചൻ്റ് ഓഫ് വെന്നീസ്, അല്ലെങ്കിൽ വെന്നീസിലെ വ്യാപാരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ നമ്മുടെ സ്വന്തം ആലപ്പുഴ പറയുന്നത് കിഴക്കിൻ്റെ വെന്നീസ്. അന്നൊക്കെ അത് കേൾക്കുമ്പോൾ കിഴക്കിൻ്റെ വെന്നീസും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആലപ്പുഴ പറയണമെങ്കിൽ വെന്നീസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത അന്നും ഉണ്ടായിരുന്നു. ഇന്ന് അതേ വെന്നീസിൽ നിന്നുള്ള കാഴ്ച നിങ്ങളെ കാണിക്കാനും അതുപോലെ ഞങ്ങൾക്കൊന്ന് കൊണ്ട് നടന്ന എല്ലാവരെയൊക്കെ കാണിക്കാനും പറ്റണതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദൈവത്തിനോട് അതിന് നന്ദി പറയണം. അപ്പോൾ ഇന്നത്തെ യാത്ര ഇതിനെക്കുറിച്ചൊക്കെയാണ്. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളതൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കണം. ഇന്നലെ ഞങ്ങളിവിടെ എത്തിയതാണ്, പക്ഷെ കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. ഇരുട്ടായിപ്പോയി എത്തിയപ്പോഴേക്കും. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അതൊക്കെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ സമയം കളയാണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു വെന്നീസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെന്നീസിലെ റയാൾട്ടോ ബ്രിഡ്ജാണ്. നമ്മൾ താമസിക്കുന്ന എയർബിഎൻബിയിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഉണ്ട് ഈ ബോട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ആ വഴി പോണ കാഴ്ചകൾ കണ്ടോ. അപ്പുറം ഈ ബ്രിഡ്ജ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ദേ ഇവിടുത്തെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നല്ലേ ഈ ബ്രിഡ്ജുകളൊക്കെ. ആ പൂക്കൾ കണ്ട എന്തോ ഭയങ്കര ഒരു പ്രത്യേകത അല്ലേ. വെള്ളം ഇതിലെ നടുക്കേ കൂടെ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സിനും എല്ലാത്തിനും ഒരു പഴമയുണ്ട്. ആ പഴമയാന്ന് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ നിലനിർത്തണത്. സാധാരണ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും, അതായത് ട്രിപ്പ് പോകുമ്പോൾ കുട്ടികളെ നോക്കുന്നത് നമുക്കൊരു വലിയ ടാസ്ക്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോയും പരിപാടികളൊക്കെ ചെയ്യണത്. പക്ഷെ ഇത്തവണ അച്ഛനും അമ്മയുള്ളതുകൊണ്ട് ആ ടെൻഷൻ വളരെ കുറവാണ്. മാധുവിനും കുഞ്ചുവിനൊക്കെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കണത്. എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിരിക്കും. ഇവിടെ വേ ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വെള്ളത്തിൽ കൂടെ തന്നെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ ടാക്സി സ്റ്റാൻഡ് എന്നുള്ളത് പോലെ ഇവിടെ ബോട്ട് ടാക്സി, അത് ബോട്ട് സ്റ്റാൻഡ് ഉണ്ട് അവിടെ ആയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകണതും എടുത്തു വെക്കണതൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ഒരു ക്രെയിനിൽ സാധനം പൊക്കണുണ്ടോ. എല്ലാം ബോട്ട് വഴിയാണ്. തലങ്ങനും വിലങ്ങനും ഒക്കെ ബോട്ട് പോവാ. അതുപോലെ ഇവരുടെ ജീവിതം മെയിനായിട്ട് ഇത് ഈ വെള്ളത്തിക്കടിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണല്ലോ. അപ്പോൾ എല്ലാവരും അത് നമുക്കൊരു ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. അല്ല, എന്തിനു വേണമെങ്കിലും ബോട്ടിൽ തന്നെ നമ്മൾക്ക് പോകണം, അങ്ങനെയുള്ളൊരു കാര്യം. പക്ഷെ ഇവർ ഇതൊക്കെ യൂസ്ഡ് ആണ്. വളരെ നോർമലായിട്ടാണ് എല്ലാവരും പോണത്. നമുക്കാണ് ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നണത്. അല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു ബോട്ട് യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും നടക്കണ ഒരു സംഭവം. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാര്യങ്ങൾ. ഇവർക്കത് അങ്ങനെയല്ല. നമ്മൾ KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും കയറി പോണ പോലത്തെ ഒരു ഫീലേ ഉള്ളൂ ഇവർക്ക് ബോട്ടിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണാൻ വന്നേക്കണത് റയാൾട്ടോ ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്കാണ്. ഈ സെൻറ്റർ പോർഷൻ കിട്ടാൻ ഞങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്തൊന്ന് എടുത്തതാണ് കേട്ടോ. അത് നേരം മാറാൻ തോന്നണില്ല. കുഞ്ഞിക്കിളി ആ എത്ര കുഞ്ഞിക്കിളിയാ.
നല്ല ചൂടാ. ഇന്നിവിടെ 32 ഡിഗ്രി വരെ പോണേ, പക്ഷെ ഫീൽസ് ലൈക്ക് 38 ഡിഗ്രിയാണ്. ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ നല്ല പോലെ വേർക്കും, ഇങ്ങനെ ഒരു ഒട്ടൽ വരും നമുക്ക് മേത്ത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇവിടെ നല്ല രസമാണ് കാണാനും ഒക്കെ ഉണ്ട്. ചൂട് അൺസഹിക്കബിൾ. മധു എന്താ ചെയ്തേ? എന്തു വെച്ചു? മാധു എന്തോ വരച്ചു എന്നാ തോന്നുന്നു പറയാം. ഈ പാലം ഇറങ്ങി ഞങ്ങള് നടന്നു തന്നെ വഴിക്ക് കണ്ടതാണ്. ഇത് കണ്ടോ, ഇത് എയർപോർട്ട്. ഇവിടുന്ന് എയർപോർട്ടിലേക്കും ഒരു കണക്ഷൻ ഉണ്ട്. കുഞ്ചുവിന്റെ ബഹളം കാരണം അവള് വിഷറി വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം വേണം, നല്ല അസാധ്യ ചൂടാ. അത് കാരണം ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ഒരു കുഞ്ഞ് ഇടവഴി പോലെ, അതിങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഓരോ ബിൽഡിങ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഓരോ ഐലൻഡ് കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഗോണ്ടോള റൈഡ്. നമ്മുടെ കെട്ടുവഞ്ചി പോലത്തെ ഒരു ഇതിൽ സീറ്റൊക്കെ വെച്ച് അതിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നടത്തി ഈ ഇങ്ങനെയുള്ള ഈ നാരോ ആയിട്ടുള്ള ഇതിൽ കൂടെ പോണ ഈ വെള്ളത്തിൽ പോകും. അത് ഭയങ്കര ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് വ്യൂ ആയിരിക്കും ഈ പോണ റൂട്ട് മുഴുവനും. നമ്മളും അതിൽ കയറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. Are you okay? One moment, madam. Sit down, please. Yeah, madam. അങ്ങനെ ഞങ്ങളും കയറി ഗോണ്ടോള റൈഡ്. ഇതിൽ രണ്ടുണ്ട് കാര്യം. നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനത്തെ ഇതിൽ കൂടെ പോകുമ്പോൾ വെയിലടിക്കില്ല. പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ. ഈട് വെനീസിലേക്ക് വരാനിങ്ങനെ പ്ലാൻ ചെയ്ത് ഉണ്ണി പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇതിൻ്റെ റീൽസൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഈ ഇടുങ്ങിയ വഴികളിൽ കൂടിയുള്ള ഈ ഇങ്ങനത്തെ ഒരു ഇത് അന്നേ തൊട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഏതായാലും അതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ സന്തോഷം. അതെ, വളരെ സന്തോഷം. ഇനി നമ്മള് ആ നാരോ പാത്തിൽ കൂടെ വന്ന് ഗ്രാൻഡ് കനാലിലേക്കാണ് കയറാൻ പോണത്. ഇഷ്ടം പോലെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. കണ്ട റയാൾട്ടോ ബ്രിഡ്ജാണ് ആ നേരെ കാണുന്നത്. അവിടെ ഒരുപാട് പേര് നിൽക്കൂട്ടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. എന്നാലും നമുക്കൊരു ഗ്യാപ്പ് കിട്ടണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന്. ഇതാണ് മെയിൻ എന്താ പറയാ ഇവിടുത്തെ ഹൈവേ എന്ന് തോന്നുന്നു. ഇതാണ് മെയിൻ ഹൈവേ എന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് നിറയെ ഇടവഴികളുണ്ട്. പിന്നെ വേറൊരു കാര്യം, ബ്രിഡ്ജുകള്, ഈ ബോട്ടുകൾ ഉള്ള പോലെ തന്നെ ബ്രിഡ്ജുകളും ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഉണ്ട്. കുഞ്ഞു 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 ബ്രിഡ്ജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത്. ബോട്ട് ടാക്സിയാണ് ഇതാ പോണത്. നമ്മുടെ പുറകെ കാണുന്ന റയാൾട്ടോ ബ്രിഡ്ജ് അല്ലേ, അത് സ്പൈഡർമാൻ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചാടി വന്ന് ഇതിൽ നിന്ന് വെള്ളമൊക്കെ തെറിക്കണതും ആ സീൻ ഓർക്കണ്ട എല്ലാരും. ഇതിങ്ങനെ ഓരോ കനാലിന്റെ അടിയിൽ കൂടി പോകുമ്പോൾ ഓരോ ബ്രിഡ്ജുകളാണ് ഇങ്ങനെ ഓരോന്നും കണക്ട് ചെയ്യണതാണ്. അപ്പൊ അതിന്റെ അടിയിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടുണ്ട്, ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് കണക്ട് ചെയ്ത് ഇങ്ങനെ പോയേക്കാം. ഇവിടെ ഒത്തിക്കിടക്കുന്ന സാധനം ജിയോ മച്ചാൻ ഒരു വീഡിയോയിൽ കഴിക്കണ്ട്. ജിയോ മച്ചാന്റെ ഫാനാണ് കുഞ്ചു. ഒരു വീഡിയോ പോലും വിടാതെ ഇരുന്ന് കാണുന്ന ഒരു പ്രേക്ഷക കൂടിയാണ് കുഞ്ചു. ഇപ്പൊ സൈഡിൽ കൂടെ ഒരു ബോട്ട് കൊണ്ടായിരുന്നു.
ഒരപ്പൂപ്പനും 3-4 പിള്ളേര് അവരുടെ സ്വന്തം ബോട്ടാന്ന് തോന്നണ. നാട്ടില് ഈ പിള്ളേര് ഒച്ച ഉണ്ടാക്കുമ്പോ അച്ഛൻ സ്കൂട്ടർ എടുത്ത് പിള്ളേരെ കൊണ്ട് കറങ്ങാറങ്ങും പോലെ വീട്ടില് ബഹളം തോന്നുന്നു പിള്ളേരൊക്കെ. മാധുന് ചെയ്യണമെന്ന്. എന്നാ മാധു പറയൂ. കാർഡ്ബോർഡ് ബോക്സുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുണ്ട്. അത് ഇപ്പൊ ഈ ബോട്ടിൽ കൂടെ ആണെങ്കിലും അത് കൂടാണ്ട് നമ്മൾ നടന്നു വരുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, ആ ബ്രിഡ്ജില് ട്രോളി പോലെ വലിച്ചുകൊണ്ട് നടന്ന് ബെല്ലടിക്കണു ചെന്ന് ചോദിക്കാണ് എന്തെങ്കിലും. നമ്മുടെ നാട്ടില് കുപ്പി പാട്ട അതാണ് ഇവിടെ എല്ലാം നോർമലാണ് എല്ലാം. പക്ഷെ നമുക്ക് ഇതെന്ത് ഇങ്ങനെ കൊറേ സ്ഥലങ്ങള് അതുപോലെ കുറെ ആൾക്കാർ ഇങ്ങനെ നടന്ന് ചോദിക്കണ്ട് ഇതുപോലെ ആക്രിയുണ്ടോ എന്ന് ചോദിക്കണ പോലെ വന്നെടുക്കണതാണ് ആ കാണുന്നത്. ഓക്കെ, ഇനി മാധു പാടാൻ പോട്ടെ, പഠിക്കോ. താരിത്തമ്മേ എന്നെ കോഴി കൊത്തൂലേ, കോഴി കൊത്തിയാലോ എന്റെ മാല പൊട്ടൂലേ, മാല പൊട്ടിയാലോ എന്നെ അമ്മ തല്ലൂലേ, അമ്മ തല്ലിയാലോ ഞാൻ നമ്മളിപ്പോ നടന്ന് ഒരു സ്ഥലത്ത് ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ കടയാണ് കേട്ടോ. പേര് ഗലോനേറ്റോ. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഐസ്ക്രീം അല്ല, ഗലാറ്റോ ആണ്. ഗലാറ്റോ ഓർ ജലാറ്റോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ജലാറ്റോ ആണ് തോന്നുന്നു. ഇപ്പം നമ്മൾ വാങ്ങിച്ച ചോക്ലേറ്റ്, പിസ്ത, മാംഗോ ആണ് വാങ്ങിച്ചത്. ഈ 3 ഫ്ലേവറിൽ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് ഇതാണ് മാംഗോ. അൽഫോൺസോ മാംഗോ ആണത്. ടേസ്റ്റ് സൂപ്പറാണ് ശരിക്കും. മാംഗോ കഴിക്കണ പോലെ അടിപൊളിയാണത്. ആ കാണുന്ന മുകളിൽ ആർച്ച് പോലെ കാണുന്നൊരു കണക്ട് ചെയ്യണതാണ് ഈ 2 ബിൽഡിങ്ങിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് കണ്ട. അതിൻ്റെ പേരാണ് ബ്രിഡ്ജ് ഓഫ് സൈ എന്നാണ് അതിൻ്റെ പേര്. അതെന്താന്ന് വെച്ചാൽ അതിനൊരു കഥയുണ്ട് പറയാനായിട്ട്. ഇവിടെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തടവുകാർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് മുമ്പ്, അതായത് ജയിലിലാക്കിയിരിക്കുന്ന തടവുകാർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് മുൻപ് അവർ അവസാനമായിട്ട് ഈ വെന്നീസ് കാണുന്നതായിട്ടുള്ളത് ആ ജനലുകളിൽ കൂടെയാണ്. ആ ബ്രിഡ്ജിൽ 2 കുഞ്ഞു ജനലുകൾ കാണില്ലേ, അതിൽ കൂടെ ആയിരുന്നു അവർ അവസാന കാഴ്ചകൾ കണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ കാലത്ത് നേരത്തെ വന്നതായിരുന്നു. ഒരു 7:30 ആയപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായപ്പോഴത്തേക്ക് 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ട് തിരിച്ചു പോയി. കാരണം ഞാൻ രാവിലെ പറഞ്ഞത് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കാണേണ്ടതെല്ലാം അത്യാവശ്യം നന്നായിട്ട് നടന്ന് കണ്ടു. രാവിലെ അത്രയും നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ സീനൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30-5 ആയപ്പോഴത്തേക്കും വീണ്ടും ഇറങ്ങി. ഞങ്ങൾ വന്നെന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വെന്നീസിലേക്കൊക്കെ എപ്പോൾ വരുന്ന അറിഞ്ഞൂടാ. അപ്പം അത് കാരണം ഒന്നുകൂടെ എല്ലാം കണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നതാണ് സെന്റ് മാർക്കോസ് സ്ക്വയർ. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ മുൻപ് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡ്രോയിങ് റൂമാണ് ഈ സെന്റ് മാർക്കോസ് സ്ക്വയർ എന്നാണ് പറയണത്. അതുപോലെ ഈ പുറകെ കാണുന്ന പള്ളിയില്ലേ, അതിൻ്റെ മേളിൽ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ളതെല്ലാം മൊസൈക്കാണ്. മൊസൈക്ക് വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ആ കാണുന്നത്. പല ബ്രിഡ്ജ് ഇപ്പം നമ്മൾ നടന്നു വരുന്ന സമയത്ത് പല ബ്രിഡ്ജിൽ ആൾക്കാർ സ്റ്റൂളിട്ടിരിക്കുന്ന കാണാം. നമുക്കപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈഡ് കിട്ടും. നമ്മൾ രാവിലെ ഈ റൂട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ നല്ല ക്യൂ ആയിരുന്നു ആൾക്കാർ കയറാനായിട്ട്. ഗോണ്ടോള റൈഡിൽ നമ്മൾ കയറുമ്പോൾ പല റൂട്ട് അവർ പറയും. അതിൽ ചെറിയ റൂട്ടാണെങ്കിൽ 90 യൂറോ, ഇച്ചിരി കൂടി നീളത്തിൽ പോണ റൂട്ടുകളുണ്ട്, അതിനാണെങ്കിൽ 110 യൂറോ ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ കാശ്മീരിലൊക്കെ ഇതുപോലെ ബോട്ടിൽ പോണ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ ആക്ച്വലി ഓർക്കണില്ല. ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, ഈ ബോട്ടിൻ്റെ ഒരു
പണിത് വച്ചേക്കണ രീതി കൊണ്ടാണോ എന്താന്ന് അറിഞ്ഞൂടാ, ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. അത് മാത്രമല്ല ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു തുള്ളി വെള്ളം അകത്ത് കയറിയിട്ടുണ്ടോ എന്ന് നോക്കി. ഒരു തുള്ളി, എന്തൊരു നീറ്റാ. ഒരു ചെളിയോ മണ്ണോ പൊടിയോ ഒരു കാര്യവും ഇല്ലാണ്ട് നല്ല നീറ്റാണ്. ഇത്രയും നീളത്തിലുള്ള ഈ വഞ്ചി എനിക്ക് നമ്മൾ വഞ്ചിയിലിരുന്നപ്പോഴും എനിക്ക് ആ കണക്ക് മനസ്സിലാവുണ്ടായില്ല. ഇവർ വളയ്ക്കണതും തിരിക്കണം മുട്ടൂല്ല, എന്താ അത് വളഞ്ഞു വരണുണ്ടോ. ഇത്രയും നീളത്തിലുള്ള സാധനമാണ് അവർ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വളച്ചെടുത്തോണ്ട് പോണത്. നല്ല കഴിവാണ്. ഇത് ഒരുപാടുണ്ട് ഇവിടെ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണ്ട്. അപ്പോൾ ചില സമയത്ത് നോക്കും, ഓ മുട്ടുമോ തട്ടുമോ ഓപ്പോസിറ്റ് പറ്റാൻ ഇടിക്കുമോ എന്നൊക്കെ. പക്ഷെ അവർ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കാരണം നല്ല പക്കയായിട്ടാണ് അവർ ഒതുക്കി മാറ്റി കൊണ്ടുപോണത്. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇവിടെ കിട്ടണ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീം നമ്മൾ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം അല്ല, ഗലാറ്റോ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീണ്ടും വേണം പറയണം അവിടെ നിന്ന് തന്നെ, അതും മാംഗോ തന്നെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങളിത് ആ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാവ്, ഔൾന്ന് മാതുക്കുട്ടൻ ഫാനൊക്കെ പിടിച്ച് പതുക്കെ നടന്നു. എൻ്റെ ഉറക്കത്തിലായിരുന്നു അവള്. പിന്നെ ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ആ സ്ട്രീറ്റുകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ എറണാകുളത്തെ MG റോഡിലെ പെൻഡാമേനൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇരിക്കും. ഇതിൻ്റെ മേളിലേക്കൊക്കെ വീടുകളാ. ഇത് കണ്ടാ പറയല്ലേ, ഇതിൻ്റെ മേളിലേക്കൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് തിങ്ങി. ഇന്നിപ്പോ വെയിലൊക്കെ ഒന്ന് ആറി നല്ല സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ആഹാ എന്താ രസം. ഓരോ ഇടവഴി തിരിയുമ്പോഴും ഓരോ കോർണറിലും ഉണ്ടാവും പിസക്കട. മാധു ഐസ്ക്രീം തീർത്തു. വെന്നീസ് ഒരിക്കൽ കണ്ട മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു മനോഹരമായ നഗരം. അങ്ങനെ ഒരു 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ എയർബിഎൻബിയിലേക്ക് തിരിച്ചെത്തി. അവിടെ എത്തിയപ്പോഴേക്കും മുന്നിൽ ഒരു അടിപൊളി സൺസെറ്റ്. അച്ഛനും അമ്മയും ഞങ്ങളും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം ആ കാഴ്ച ആസ്വദിച്ചു. കുട്ടികൾ അടുത്തുള്ള പാർക്കിൽ കളിച്ചു നടന്നു. അങ്ങനെ ഞങ്ങളുടെ വെന്നീസ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ Day 3 നമ്മുടെ ഡോളോമൈറ്റ്സ് യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.